റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കിയിലെ ആദിവാസി മൂപ്പനായിരുന്ന ചെമ്പൻ കൊലുമ്പന്റെ കൊച്ചുമകൾക്ക് സർക്കാർ നൽകിയ പട്ടയം റദ്ദാക്കി. ചെറുതോണി സ്വദേശി സുധാ രാജപ്പന്റെ പേരിലുള്ള പട്ടയമാണ് അറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. 2020-ലാണ് സർക്കാർ കൊട്ടിഘോഷിച്ച് 50 സെന്റ് സ്ഥലത്തിന് പട്ടയം നൽകിയത്. ഈ ഭൂമിയിലൂടെ 3 വീടുകളിലേക്കുള്ള നടപ്പുവഴി കടന്നു പോകുന്നുവെന്ന് കാണിച്ചാണ് പട്ടയം റദ്ദാക്കിയത്. സമീപവാസികൾക്ക് നടന്നു പോകാൻ സുധ നൽകിയ വഴി വാഴത്തോപ്പ് പഞ്ചായത്ത് പൊതുവഴിയാക്കി. വഴിത്തർക്കത്തിൽ സമീപവാസികൾ ഇടുക്കി സബ് കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് ഈ വിചിത്ര നടപടി. ഈ സ്ഥലം വഴിപ്രശ്നമാണ് ഇറങ്ങി വരാൻ കാര്യമേ. അതിന് മുമ്പ് ഒരു കുഴപ്പമില്ല, നമ്മൾ കരം കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ, ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു. വില്ലേജ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയ വില്ലേജ് ഓഫീസർ പറഞ്ഞു എന്നോട് താഴത്തെ വഴി വിട്ടുകൊടുക്കുക, സ്ഥലം വിട്ടുകൊടുക്കുക, വഴിക്ക് അയാൾക്ക് വിട്ടുകൊടുക്കുന്നു പറഞ്ഞു. ഞാൻ സാറേ എൻ്റെ സ്ഥലം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അന്നേരം പറ കൊടുക്കണം. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പട്ടയത്തിലുള്ള സ്ഥലമില്ല, ഞാൻ കരം കെട്ടുന്നില്ല. സാറിൻ്റെ അടുത്ത് ഇപ്പോൾ പോലെ കരം കെട്ടിട്ട് ഒരാഴ്ച ആയതുള്ളായിരുന്നു പുള്ളിയുടെ അടുത്ത് പോയി. ഞാൻ സാറിൻ്റെ അടുത്തൊന്നും കരം കെട്ടിട്ട് വന്നല്ലേ സാറേ, പിന്നെ ഞാൻ ഇങ്ങനെ സ്ഥലം വിട്ടു കൊടുക്കുന്നു ചോദിച്ചപ്പോൾ ഓഹോ കരം കെട്ടാണോ നിങ്ങൾക്ക് പ്രശ്നം, എന്നാൽ ആ പട്ടയം ഇല്ലാതാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഒത്തിരി ഭീഷണിപ്പെടുത്തി കേട്ടോ. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, സർക്കാർ അനുവദിച്ച് നൽകിയ പട്ടയമാണ്, ആ ഭൂമിക്ക് അവർ കരം നൽകുന്നതാണ്. ഒരു അറിയിപ്പും കൂടാതെയാണ് ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ ആ പട്ടയം റദ്ദാക്കിയിരിക്കുന്നത്. ആര്യ, ഇടുക്കി ഡാം നിർമ്മിക്കാൻ സ്ഥലം കാണിച്ചു നൽകിയ ആദിവാസി മൂപ്പനാണ് ചെമ്പൻ കൊലുമ്പൻ. അദ്ദേഹത്തിന്റെ കൊച്ചുമകളായിട്ടുള്ള സുധാ രാജപ്പന് 2020-ലാണ് സർക്കാർ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് പട്ടയം നൽകിയത്. 50 സെന്റ് സ്ഥലത്തിനായിരുന്നു പട്ടയം നൽകിയത്. അന്ന് പട്ടയം നൽകുമ്പോൾ ഈ സുധയുടെ വീടിന് മുമ്പിലൂടെ ഒരു റോഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സമീപവാസികളായ 3 വീട്ടുകാർക്ക് അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡ് ഇല്ലാത്തതിനാൽ സുധ തന്നെ സുധയുടെ ഇഷ്ടപ്രകാരം നടക്കാനുള്ള ഒരു റോഡ് നൽകുകയായിരുന്നു. പിന്നീട് ആ റോഡ് പൊതുവഴിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വാഴത്തോപ്പ് പഞ്ചായത്ത് സുധയെ സമീപിച്ചു. പക്ഷേ പൊതുവഴിയാക്കി നൽകാനാകില്ല എന്നും കോൺക്രീറ്റ് ചെയ്യാനാകില്ല എന്നും സുധ 2 തവണ വാഴത്തോപ്പ് പഞ്ചായത്തിന് മറുപടി നൽകിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് സുധയുടെ അനുമതിയില്ലാതെ ആ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് നടക്കാൻ നൽകിയ വഴി പൊതുവഴിയാണെന്ന് കാണിച്ചുകൊണ്ട് നാട്ടുകാർ സബ് കളക്ടർക്ക് പരാതി നൽകി. ഇതിൽ തഹസിൽദാർ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സുധയുടെ 50 സെന്റിന്റെ പട്ടയം റദ്ദാക്കിയിരിക്കുന്നത്. ഇതുവരെ രേഖാമൂലം സുധയ്ക്ക് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അവിടെ അതിൻ്റെ അല്ലാതെ തന്നെ വിവരം സുധ അറിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ റോഡ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ പട്ടയം സുധയ്ക്ക് നൽകുമെന്നാണ് അനൗദ്യോഗികമായി സുധയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സുധ അതിന് തയ്യാറല്ല. തൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കാൻ വേണ്ടി ഈ വഴി നൽകിയത്. അത് പൊതുവഴിയാക്കാനുള്ള ഒരു നടപടി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സുധ പറയുന്നത്. എന്താണെങ്കിലും സർക്കാരിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ 50 സെന്റ് സ്ഥലം തനിക്ക് സർക്കാർ നൽകിയ പട്ടയമാണ്, ആ പട്ടയം തന്നെ തനിക്ക് തിരിച്ചു നൽകണമെന്നാണ് സുധയുടെ ആവശ്യം. അതിൽ സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. ആര്യ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.